ഹലോ. അപ്പോൾ നമുക്കിന്ന് ദേ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ, സിമ്പിളായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ദേ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ദേ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ സവാളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കുറച്ച് നീളത്തിൽ, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്, ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ ഇത് നന്നായി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്ത് സെറ്റായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തേക്കുന്നതാണ്. നമ്മളെ മുട്ടക്കറിക്ക് മഞ്ഞ നിറമായിരിക്കുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്ക് ഈ പൊടികൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പൊടികളായ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായി കുറുകി ആ മണമൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന, ഞാനിപ്പോൾ കുറച്ച് കട്ടിയിൽ പാൽ പിഴിഞ്ഞിട്ടുണ്ട്, ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സെക്കൻഡ് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ തേങ്ങാപ്പാൽ പിരിയും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് കുറച്ച് കറി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുട്ട ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മല്ലിയില ഇട്ടാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളെ മുട്ടക്കറി അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരാനൊന്നും നിൽക്കണ്ട, ചെറുതായിട്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബൈ.